എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതലായിട്ട് എടുപ്പിക്കുന്നില്ല, നേരെ നമ്മുടെ വിഷയത്തിലേക്ക് കയറാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പിയുമായിട്ട് പ്രശ്നപ്പെട്ട ആദ്യം തൊപ്പി MDMA കേസിൽ പിടിക്കപ്പെട്ടു, കക്ഷിയായി, പ്രതി ചേർക്കപ്പെട്ടു, അറസ്റ്റിലായി എന്നൊക്കെ ഉള്ള സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം നിരപരാധിയാണ് എന്നൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ഇതിനകത്ത് ശരിയായ യാഥാർത്ഥ്യം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് റിപ്പോർട്ടറിൽ വന്ന വാർത്തയിൽ നിന്ന് തന്നെ തുടങ്ങാം. അതാണല്ലോ ഇതിൻ്റെ എല്ലാം മുട്ടുപുള്ളിയല്ലോ ആരംഭം. അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ലഹരി കേസിൽ യൂട്യൂബർ തൊപ്പി ഒളിവിൽ മുൻകൂർ ജാമ്യം തേടി തൊപ്പി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേസിൽ ഉൾപ്പെട്ട 3 പെൺകുട്ടികളും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്. വിവരങ്ങൾ ശ്യാം ദേവരാജ് നൽകും. ശ്യാം, ഏറെ യൂട്യൂബിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഈ തൊപ്പി. എന്തായാലും തൊപ്പി ഇപ്പോൾ ഒരു കേസിൽ ഒളിവിലാണ് എന്നുള്ള വിവരം ലഭിക്കുന്നു. ഇതിലിപ്പോൾ മുൻകൂർ ജാമ്യം തേടുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ കേസ്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണിത്. കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് തൊപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ നിന്നും പോലീസ് രാസലഹരി പിടികൂടിയത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡും തുടർന്ന് ഈ തമ്മനം ഗാന്ധി ജയന്തി റോഡിലെ കോച്ചേരി അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തിയത്. തുടർന്ന് രാസലഹരി പിടികൂടിയത്. ഇത് മീഡിയം ക്വാണ്ടിറ്റി എന്ന അളവിലുള്ളതാണ് ഈ രാസലഹരി. തൊപ്പിയുടെ ഡ്രൈവറായിട്ടുള്ള ജാബറിൽ നിന്നും ആണ് ഈ രാസലഹരി പിടികൂടിയതെന്നാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം ഇത് ആദ്യം പാലാരിവട്ടം പോലീസ് കേസെടുത്തത് 3 പേരെയാണ് പ്രതികൾക്കാണ് കേസെടുത്തത്. മുഹസിബ്, സുഹൈൽ, ജാബിർ, ഇവർ 3 പേരും തൊപ്പി എന്ന നിഹാദിന്റെ സുഹൃത്തുക്കളാണ്. മൊത്തം ആകെ ഈ കേസിൽ 8 പേരാണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്നത്. ഇതിൽ 5 തൊപ്പി ഉൾപ്പെടെ, നിഹാദ് ഉൾപ്പെടെ മറ്റ് 4 പേരാണ്, മൊത്തം 4 പേരാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഇന്നാണ് ജാമ്യാപേക്ഷ നൽകിയത്. ജാമ്യാപേക്ഷ നാളെ ഈ കോടതി, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുകയും ചെയ്യും. നിഹാദിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് രാസലഹരി പിടികൂടി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം NDPS നിയമത്തിന്റെ 22B വകുപ്പ് അനുസരിച്ചാണ് പാലാരിവട്ടം പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ഇത് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണ്. ഈ കേസ് സുഹൃത്തിനെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ പോലീസ് കേസെടുത്തതിന് തൊട്ട് പിന്നാലെയാണ് നിഹാദ് എന്ന തൊപ്പി ഒളിവിൽ പോയത്. ഈ ഒളിവിൽ പോയതിന് പിന്നാലെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തത്. ഏതായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും. ഈ വാർത്താ ചാനലുകൾ പറയുന്നത് എന്ത് തേങ്ങയാണെന്ന് അവർക്ക് പോലും അറിയത്തില്ല. ഒരു സംഭവം കേട്ടു, അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു വാർത്ത അവർക്ക് കിട്ടി. ഒരു ചക്ക കണ്ടു, അതിനകത്ത് ചക്കക്കുരു ഇല്ലായിരുന്നു. ഇതാണ് അവർക്ക് കിട്ടിയ വാർത്ത. ഈ വാർത്തേനെ അവർ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്, ഒരു ചക്ക കിട്ടി, അതിനകത്ത് ചക്കക്കുരു ഇല്ലായിരുന്നു, അതിനകത്ത് അതിന് പകരം അതിനകത്ത് മാങ്ങാണ്ടി ഇരിപ്പുണ്ടായിരുന്നു. ഇതാണ് അവർ കൊണ്ടുവരുന്ന വാർത്ത. അതാണ് ഇവിടെ സംഭവിക്കുന്ന സാധനങ്ങൾ. ശരിക്കും ഇതിൻ്റെ FIRൻ്റെ കോപ്പിയൊക്കെ സീക്രട്ട് ഏജൻറ്റിൻ്റെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. സീക്രട്ട് ഏജൻറ്റിനെ പോലെ ഒരു യൂട്യൂബർക്ക് അത് എടുക്കാമെങ്കിൽ ഒരു മുൻനിര വാർത്താ ചാനലിന് അത് എന്തുകൊണ്ട് എടുക്കാൻ സാധിച്ചില്ല? ആ FIRനകത്ത് തൊപ്പിയെ എങ്ങും പ്രതി ചേർത്തതായിട്ട് പറയുന്നില്ല. ഇതിനകത്ത് ഇപ്പോൾ പ്രശ്നമായിട്ട് വന്നത് തൊപ്പിയുടെ ഡ്രൈവറാണ് ഇതിൽ ഒരാളായിട്ട് പിടിച്ചിരിക്കുന്നത്. പിന്നെ തൊപ്പിയുടെ സുഹൃത്തുക്കൾ, തൊപ്പിയുടെ വീട്ടിൽ ഇത്തരത്തിൽ സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്തുള്ള യാഥാർത്ഥ്യം നമുക്കറിയില്ല. പ്രധാനമായിട്ടും ഒരു വാർത്ത കാണുമ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വാർത്ത എന്ന് പറഞ്ഞാൽ തികച്ചും യാഥാർത്ഥ്യമെന്നല്ല അതിനർത്ഥം. വാർത്ത ഇറ്റ്സ് ജസ്റ്റ് എ ന്യൂസ്. നിങ്ങൾക്ക് മുമ്പിൽ ഒരു സാധനം ചൂടോടെ എത്തിക്കുന്നു. അതിലെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ എല്ലാവരും പറയുമല്ലോ, യൂട്യൂബർമാർ വായി തോന്നുന്നതൊക്കെ പറയുന്ന സെയിം സാധനം തന്നെയാണ്. അവർക്ക് TRP എന്നൊരു സാധനമാണ് വേണ്ടത്. TRPക്ക് വേണ്ടി അവൻ പറയാത്ത എന്തെങ്കിലും സാധനം ഞാൻ പറയണം. അതുകൊണ്ട് അപ്പോൾ വായി വരുന്ന അടിച്ചങ്ങ് വിടും, അത്രേ ഉള്ളൂ സാധനം. ഇതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? തൊപ്പി അങ്ങനെ ചെയ്തു, തൊപ്പി ഇങ്ങനെ ചെയ്തു, തൊപ്പി എന്ന്. പ്രത്യേകിച്ച് ഈ വാർത്താ ചാനലുകൾക്ക്, യൂട്യൂബർമാർക്കെതിരെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേനും ഭയങ്കര ആവേശം റിപ്പോർട്ട് ചെയ്യും. ഈ ചെകുത്താൻ്റെ കേസായാലും എല്ലാം, യൂട്യൂബുമായിട്ട് സഞ്ജുവിൻ്റെ കേസായാലും യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട കേസുണ്ടെങ്കിൽ, കാരണം അവർ ഈ ഓൺലൈൻ മീഡിയയിൽ മല്ലടിക്കുന്നത് ഈ യൂട്യൂബർമാരുമായിട്ടാണ്. അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും തൊപ്പിക്കെതിരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പോൾ ഈ വെച്ചെടുത്ത് വടിവെച്ച് എല്ലാ യൂട്യൂബർമാരും അത് റിയാക്ട് ചെയ്തു. ആ ഒരു സെൻസിൽ തന്നെയാണ് തൊപ്പി കഞ്ചാവ് കേസ്. തൊപ്പി ലാസ്റ്റ് വീഡിയോയിൽ ഡിപ്രഷനായിരുന്നു, മുടി മുറിച്ചു. അതൊരു ക്യാരക്ടറായിരുന്നു MRS തൊപ്പി എന്നുള്ളത്. സ്പീഡിനെ ഇമിറ്റേറ്റ് ചെയ്തൊരു ക്യാരക്ടറായിരുന്നു. സ്പീഡ് എന്ന് പറയുന്നത് വിദേശത്തുള്ള ഈ തൊപ്പിയുടെ സമാന്തരമായ ഒരു കഥാപാത്രമാണ്. അദ്ദേഹത്തെ ഇൻസ്പിറേഷൻ ചെയ്തിട്ടാണ് തൊപ്പി അത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. തൊപ്പിയുടെ ലാസ്റ്റ് വന്ന ലൈവിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, എന്നെ വീട്ടിൽ നിന്ന് കഥ കടച്ചു, വീട്ടിനകത്ത് കയറ്റിയില്ല, ഞാൻ ഭയങ്കര ഡിപ്രഷനിലാണ്, ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, സങ്കടത്തിലാണ്, വിഷമത്തിലാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടിൽ എല്ലാവരും ഒരു അനാലിസിസിലങ്ങ് എത്തി. ഇദ്ദേഹം തൊപ്പിയാണ്. നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ, മുടി വളർത്തിയ അവൻ കഞ്ചാവ്, താടി ഉണ്ടോ അവൻ കഞ്ചാവ്, അത് ഉറപ്പ്, അവൻ കഞ്ചാവ്.
ആ ഒരു സെറ്റപ്പാണ് ഇവിടെ തൊപ്പിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ കാലാകാലങ്ങൾ എല്ലാവരോടും പറയും ഡോൺ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർന്ന്. ആ സാധനമാണ് ഇവിടെ തൊപ്പിയുടെ കാര്യത്തിൽ തിരിച്ചും മറിഞ്ഞ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ശരിക്കും കഞ്ചാവ് അടിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ലടേ. അപ്പോൾ അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് തന്നെ പറയണം. അതിന് പകരം അവനടിച്ച് പിടിച്ച് അവനെ പെടുത്തി അവനെ അറസ്റ്റായി ജയിലിലായി എന്നൊക്കെ പറഞ്ഞങ്ങ് പരത്തിക്കൊണ്ടിരിക്കുക. ഇനി നമ്മുടെ പബ്ലിക് കേരള എന്ന് പറയുന്ന ചാനലിൽ അദ്ദേഹം ഈ പോലീസിനെ വിളിച്ച് സംസാരിച്ച് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. അല്ല, അത് നമ്മൾ എഫ് ഐ അന്വേഷിക്കുന്ന ഒരു കേസാണ്. അതിനകത്ത് അവരുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആളിനെ നമ്മൾ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചു. വിളിച്ചപ്പോഴത്തെ ഷാമാര് മുൻകൂർ ജാമ്യത്തിനായിട്ട് പോയി. അതിനകത്ത് തൊപ്പി ഇതുവരെ കണക്റ്റഡായിട്ട് വന്നിട്ടില്ല. ആ കേസിൽ തൊപ്പി പ്രതി അല്ല അല്ലേ? അല്ല. അപ്പൊ സത്യത്തിൽ ഈ പറയുന്ന ആള് മണ്ടത്തരാണ് കാണിച്ചത്. അത് മണ്ടത്തരമാണ് കാണിച്ചത്. നമ്മൾ ഇനി കൂടുതലായിട്ട് നോക്കുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പറയാം. ഈ കൂടെയുള്ള സുഹൃത്തുക്കളായിട്ടുള്ള വനിതാ സുഹൃത്തുക്കളുടെ റോള് ഞാൻ പറഞ്ഞു മനസ്സിലായി. അതിനകത്ത് നമ്മളൊരു ചെറിയൊരു സംശയം തോന്നിയിട്ട് വന്നിട്ട് വരെ നമ്മൾ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചിട്ടായിരുന്നു. അതിനെ തുടർന്ന് ഇവര് പോയതാണ്. അവർക്ക് എന്താണ് കാര്യമെന്ന് പോലും അവർക്ക് അറിയില്ല. ഓക്കെ. അപ്പൊ ഈ ഇങ്ങനെ ഒരു FIR നിലവിലുണ്ടല്ലോ ഈ ഇതില്. അത് നമ്മളൊരു ഒരു FIR ഉണ്ട്. ആ FIR-മായി ബന്ധപ്പെട്ട് നമ്മൾ പല ആൾക്കാരെയും ഭാഷകളായിട്ട് കാര്യങ്ങൾ വിളിച്ച് ചോദിക്കുമല്ലോ. ഓക്കെ. ഈ നമ്മൾ വിളിച്ചു ചോദിക്കുന്ന എല്ലാവരും പ്രതികളല്ലല്ലോ. ഓക്കെ. അല്ല, ഇയാളുടെ സുഹൃത്തുക്കൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? സുഹൃത്തുക്കളല്ല, ഇതിനകത്തൊരു പരിചയക്കാരനെ നമ്മള് ഈ കേസിലേക്ക് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവർ ഇതിനായിട്ട് പോയതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് വരുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ജാമ്യാപേക്ഷയുടെ റിപ്പോർട്ട് കോടതി ചോദിക്കുമ്പോൾ അതിൽ ഇയാൾ പ്രതിയല്ല എന്ന് പറഞ്ഞിട്ട് നിലവിൽ പ്രതിയല്ലാതായിരിക്കും നമ്മൾ കൊടുക്കുന്നത് നിലവിൽ. ഓക്കെ. ശരി. നിലവിലെ സാഹചര്യം വരെ തൊപ്പി അതിൽ പ്രതിയല്ല. പക്ഷേ ആർക്കൊക്കെയോ തൊപ്പിയെ പ്രതിയാക്കി അല്ലെങ്കിൽ തൊപ്പി പ്രതിയായി എന്ന് കേൾക്കാൻ വളരെ കാതോർത്ത് കാതിന് മാധുര്യം പറയുന്ന വാക്കുകൾ അതായതുകൊണ്ട് പലരും അതങ്ങ് വിശ്വസിച്ചു. പ്രത്യേകിച്ച് തൊപ്പിയെ കാണുമ്പോഴും അദ്ദേഹം ആ ഇൻസ്പയർ ചെയ്ത കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ സംസാര രീതിയെല്ലാം അങ്ങനെയാണ്. എനിക്ക് പുള്ളിയുടെ ക്യാരക്ടറിനോടോ പുള്ളിയുടെ വീഡിയോസിനോടോ താല്പര്യമില്ല. പക്ഷേ ഞാൻ ഒരിക്കലും അദ്ദേഹം അവൻ കഞ്ചാവായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം നമുക്കറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മളങ്ങനെ പ്രീഡിറ്റർമിൻഡ് ആയിട്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നൊരു പക്ഷക്കാരനാണ് ഞാൻ. ഇപ്പോൾ ഈ ഇതിനകത്ത് സംസാരിക്കുമ്പോഴത്തേനും തൊപ്പി എന്ന് പറയുന്ന ആൾക്കെതിരെ FIR ഇട്ടിട്ടില്ല. തൊപ്പിയെ ഇതുവരെ ഒരു സസ്പെക്റ്റ് ആയിട്ട് അവർ കണ്ടിട്ടില്ല. ഇത്തരം ഒരു സംഭവം നടന്നപ്പോൾ തൊപ്പിയെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അതിനെയാണ് ഈ റിപ്പോർട്ടർ ചാനൽ വളച്ചൊടിച്ച് തൊപ്പിയെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് തൊപ്പി ഒളിവിപ്പോയി, തൊപ്പി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള കഥകളെല്ലാം അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് വാർത്താ ചാനൽ മാത്രമല്ല കേട്ടോ. ഈ വാർത്തയിൽ ഈ ന്യൂസ് കണ്ടപ്പോഴത്തേനും പല യൂട്യൂബർമാരും തൊപ്പിയുടെ ലാസ്റ്റ് ഇട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ അത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. പുള്ളി ഈ ഒരു ക്യാരക്ടർ ഇച്ചിരി സൈക്കോ ക്യാരക്ടറായിരുന്നു. ഈ MRS തൊപ്പി എന്ന് പറയുന്ന പുള്ളി ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ക്യാരക്ടർ. ഈ ക്യാരക്ടർ പ്രകാരം ഈ പുള്ളി ഒരുപാട് ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഈ പുള്ളി ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേനും ഇദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും വീട്ടിൽ കയറ്റിയില്ല. ഇത്തരത്തിലൊരു ക്യാരക്ടറിന് അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുള്ളി 1 മാസത്തോളം വീഡിയോ ഒന്നും ഇടായിരുന്നിട്ട് ബർത്ത്ഡേക്ക് വന്ന വീഡിയോ ഇട്ടിട്ട് ഞാൻ ഈ ക്യാരക്ടർ അവസാനിപ്പിക്കുകയാണ്, വീട്ടിൽ എൻ്റെ മുമ്പിൽ വാതിലടച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ മുടിയൊക്കെ കട്ട് ചെയ്ത് കളയും. ഇതാണ് സംഭവം. ഇതൊക്കെ കണ്ടപ്പോഴത്തേനും ആൾ ഭയങ്കര ഡിപ്രഷനാണ് കാര്യങ്ങളാണെന്നൊക്കെ ആ വീഡിയോ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ആളുകളെല്ലാം ഇദ്ദേഹം ഡിപ്രഷനിലാണ്, ഇദ്ദേഹം വിഷമത്തിലാണ്, ആളുടെ മനസ്സ് മാറാം തീർച്ചയായിട്ടും. ആൾ കഞ്ചാവ് അടിച്ചേക്കാം, നമുക്കറിയില്ല എന്നുള്ള കാര്യത്തിൽ അങ്ങ് മുദ്രയിട്ടങ്ങ് ഉറപ്പിച്ചു. ഇത് ശരിക്കും ഇദ്ദേഹം കഞ്ചാവ് അടിച്ചോ MDMA ആണ്. ഇപ്പോൾ MDMA കൊണ്ടുപോയ കേസിനൊന്നും ജാമ്യം കിട്ടുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ നിലവിലെ സാഹചര്യം വരെ പോലീസ് ഇദ്ദേഹത്തിനെതിരെ കുറ്റമൊന്നും ചുമത്തിയിട്ടില്ല എന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത്. ബേസിക്കലി ഈ യൂട്യൂബിലായാലും വാർത്തയിലായാലും റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ റിയാക്ഷൻ ചെയ്യുന്ന ആളുകൾ ഇതിൻ്റെ പിന്നിലെ സത്യം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം റിയാക്ട് ചെയ്താൽ അല്ലെങ്കിൽ വാർത്ത റിപ്പോർട്ട് ചെയ്താൽ ഉത്തമമായിരിക്കും. വാർത്താ ചാനൽ എന്ന് പറയുന്നതിന് ബോധമേ ഇല്ല. എന്ത് വിഷയമാണെങ്കിലും വായി തോന്നിയ പൊടിപ്പും തൊങ്ങലും ഒക്കെ ഇട്ടങ്ങ് അടിച്ചോളുക. അപ്പോൾ ഇതാണ് തൊപ്പിയുടെ കാര്യത്തിൽ നിലവിലുള്ള അപ്ഡേറ്റ്. ഇതുവരെ പുള്ളിയെ കുറ്റക്കാരനാക്കി വെച്ചിട്ടില്ല. പുള്ളിയെ കുറ്റക്കാരനാണെന്ന് കേൾക്കാനാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അങ്ങനെ വിശ്വസിച്ചോ, അല്ല പുള്ളിക്കാരനെ വിട്ടയച്ചു എന്ന് കേൾക്കാനാണെന്നെങ്കിൽ അങ്ങനെ വിശ്വസിച്ചോ. പുള്ളി ഒരുപാട് വീഡിയോയിൽ പറയുന്നുണ്ട് പുള്ളി ഇതുപോലത്തെ ലഹരികളൊന്നും ഉപയോഗിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഉപയോഗിക്കാതിരിക്കട്ടെ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇത്ര ഒരു പ്രവണത നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക. പല ചേട്ടന്മാരും പറയും കിടുക്കാച്ച സാധനം മോനെ കേറ്റിക്കോ എന്ന്. എൻ്റെ പൊന്നടാവ് കേൾക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.